ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊരു സോഷ്യൽ മീഡിയ തുറന്നാലും ഇന്ന് നമ്മൾ കാണാൻ സാധിക്കുന്ന ഒന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തു, അതേപോലെ എൻ്റെ യൂട്യൂബ് ഹാക്ക് ചെയ്തു, എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു, അങ്ങനെ കുറേ ഹാക്കിങ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഹാക്കിങ്ങിനെല്ലാം കാരണം നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോ ആപ്ലിക്കേഷനും നമുക്ക് എല്ലാ സെക്യൂരിറ്റി കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും നമ്മൾ എനേബിൾ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങളും നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെ ഒരു യൂട്യൂബിൽ എങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നത്, അതായത് നമ്മളെല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഇമെയിൽ അക്കൗണ്ട്. അതായത് നമ്മൾ എല്ലാ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ആയാലും മറ്റു എല്ലാ കാര്യങ്ങൾക്കായാലും നമ്മളൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഇമെയിൽ ഹാക്ക് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട് എങ്ങനെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ എനേബിൾ ചെയ്യുക എന്നുള്ളത് അതിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ നമുക്ക് ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അത് ഓതൻറ്റിക്കേഷനൊക്കെ എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ടെക്നോളജിപരമായ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള നമുക്ക് എൻ്റെ ഫോണിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഇതെല്ലാം. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നാൽ നമുക്ക് കാണാം ഇതെൻ്റെ പുതിയൊരു അക്കൗണ്ടാണ്, എൻ്റെ പഴയ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു, എൻ്റെ ഫോളോവേഴ്സ് ഞാൻ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് നമുക്ക് കാണാം, ഇതെല്ലാം എൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ 3 ഡോട്ടുകൾ കാണാം, 3 ഡോട്ടല്ല 3 ലൈൻസ് ആയിട്ട് കാണാം. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് നമുക്ക് സെറ്റിങ്സ് എന്ന് കാണാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ സെറ്റിങ്സ് കാണാം. അപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് 1 2 3 4ാമത്തെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് കാണാം. ഓക്കെ, ആ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തതിനായിട്ട് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണാം ടെക്സ്റ്റ് മെസ്സേജ്, അതിനുശേഷം കാണാം ഓതൻറ്റിക്കേഷൻ ആപ്പ്. അപ്പോൾ ആ ഓതൻറ്റിക്കേഷൻ ആപ്പിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം ടെക്സ്റ്റ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ എനേബിൾ ചെയ്യാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ ഞാനും ഇപ്പോൾ അടുത്താണ് അറിയുന്നത്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ OTP വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും ആ കോഡ് വരിക. അപ്പോൾ നമുക്ക് അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇപ്പോൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഇസ് ഓൺ. അപ്പോൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നമുക്ക് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ ഡൺ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് കോഡ്സ് ലഭിച്ചിട്ടുണ്ട്. ഈ കോഡ്സ് നമുക്ക് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഗെറ്റ് ന്യൂ കോഡ് വേണമെങ്കിൽ പുതിയൊരു കോഡ് വേണമെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം, ഞാൻ ചില ടൈമിൽ നമ്മളെ ഫോൺ കയ്യിലുണ്ടാവില്ല, അല്ലെങ്കിൽ ഫോൺ മിസ്സാകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാനുള്ള കോഡാണിത്. അപ്പോൾ ഈ 5 കോഡ് നമ്മൾ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ വെരിഫിക്കേഷൻ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കോഡിൻ്റെ ആവശ്യം വരിക. അപ്പോൾ ഇപ്പോഴൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് നമ്മളെ ഇൻസ്റ്റഗ്രാം വേറെ ഫോണിൽ ഓൺ ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മളെ ഫോണിൽ തന്നെ ലോഗൗട്ട് ആക്കിയതിന് ശേഷം വീണ്ടും ഓൺ ചെയ്യുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം വരിക. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ കുറച്ച് കോഡ്സ് ഉണ്ടല്ലോ, ഈ കോഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി നമ്മൾ പാസ്വേഡിൻ്റെ പുറത്ത് ഈ ഒരു കോഡ്സും കൂടി ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഓൺ ചെയ്യാനുള്ള ഓതൻറ്റിക്കേഷൻ ആപ്പാണ്. അപ്പോൾ അത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റഗ്രാമിന് അഡീഷണലായിട്ട് ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്നത് ഡു മൊബൈൽ എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് നേരത്തെ കാണിച്ച ഇൻസ്റ്റഗ്രാമിലെ സെറ്റിങ്സിലേക്ക് തന്നെ പോവാം. അപ്പോൾ അതിൽ പോയതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡു മൊബൈൽ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ആഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് സ്ക്രീൻ റെക്കോർഡോ അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വേറൊരു മൊബൈലിൽ ഇതെടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ കോഡുകൾ ജനറേറ്റ് ആയി അങ്ങനെ വരും.
ഇപ്പോൾ 30 സെക്കൻഡ് കൂടുമ്പോൾ ഈ കോഡ് നമുക്ക് ജനറേറ്റ് ആയി വരും. അപ്പോൾ ഈ ഒരു കോഡ് ലഭിച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് മറ്റേ ഒരു കോഡ് ഉപയോഗിക്കേണ്ട ആവശ്യം വരിക. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു കോഡ് ഉപയോഗിക്കേണ്ട ആവശ്യം വരിക ഈ ഒരു കോഡ് നമുക്ക് ഇല്ലാത്തപ്പോഴാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുന്നത് എൻ്റെ മറ്റൊരു ഫോണിലാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും വരുന്നുണ്ടോയെന്നില്ലേ. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റർ സെക്യൂരിറ്റി കോഡ് അടിക്കാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 30 സെക്കൻഡ് കൂടുമ്പോൾ വരുന്ന സെക്യൂരിറ്റി കോഡ് എന്താ വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. ഓക്കെ, അതടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നിങ്ങളെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ മറ്റൊരാളുടെ കയ്യിൽ നമ്മളെ ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവർക്ക് നമ്മളെ എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മളെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. ഒന്ന് നിൽക്കുമോ, അല്ലെങ്കിൽ സൗണ്ട് ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. കാരണം കൂടുതൽ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തത്. കാരണം ഇന്ന് ഏതൊരു സോഷ്യൽ മീഡിയ തുറന്നാലും നമുക്ക് കാണാം എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തു, വാട്സപ്പ് ഹാക്ക് ചെയ്തു, അതുപോലെ എല്ലാം സോഷ്യൽ മീഡിയകളും നമ്മൾ ഹാക്ക് ചെയ്തെന്നൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിന് ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ഇർഷാദ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.